സ്വന്തം മകളെ ഭാര്യയാക്കി, അവളിലൂടെ കുഞ്ഞുങ്ങളുടെ അച്ഛനായി, ഒടുവിൽ ആ കുഞ്ഞുങ്ങളെയും മകളെയും കൊന്ന് സ്വയം ജീവിതം അവസാനിപ്പിച്ച ഒരു മനുഷ്യന്റെ കഥ കേൾക്കുമ്പോൾ തന്നെ മനുഷ്യ മനസ്സ് ഞെട്ടിപ്പോകുന്ന, വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു യഥാർത്ഥ ദുരന്ത കഥയാണിത്. സ്നേഹത്തിന്റെയും സുരക്ഷയുടെയും പേരിൽ ഒരു പെൺകുട്ടി തേടിയെത്തിയ ജീവിതം എങ്ങനെ അവൾക്ക് തന്നെ മരണശിക്ഷയായി മാറിയെന്ന് പറയുന്ന ഒരു കഥ. അമേരിക്കയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സ്റ്റീവൻ എന്ന മനുഷ്യൻ പുറമേ നോക്കിയാൽ ശാന്തനും സൗമ്യനുമായ ഒരാളായി തോന്നുമായിരുന്നു. സംസാരത്തിൽ മിതത്വം, ചലനങ്ങളിൽ അടക്കം. പക്ഷെ ആ ശാന്തതയുടെ ഉള്ളിൽ ഒളിച്ചിരുന്നത് ഒരു അപകടകാരിയായ മാനസിക അവസ്ഥയായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ സ്റ്റീവൻ വളരെ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിച്ചിരുന്നത്. സുഹൃത്തുക്കളില്ല, കൂട്ടുകാരില്ല, ആരോടും തുറന്ന് സംസാരിക്കാനുള്ള കഴിവില്ല. അവൻ വളർന്നത് മനുഷ്യബന്ധങ്ങളില്ലാത്ത ഒരു ശൂന്യതയിലാണ്. ആ ശൂന്യതയിൽ വളർന്നത് സ്നേഹമല്ല, മറിച്ച് ക്രൂരതയായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിലും വേദനിപ്പിക്കുന്നതിലും അവൻ ഒരു വിചിത്രമായ സന്തോഷം കണ്ടെത്തിയിരുന്നു. പൂച്ചകളെ കൊല്ലുകയും അവയുടെ വേദന ആസ്വദിക്കുകയും ചെയ്തിരുന്ന ഈ സ്വഭാവം ഭാവിയിൽ അവൻ മനുഷ്യരോട് ചെയ്യാൻ പോകുന്ന ക്രൂരതകളുടെ ആദ്യ സൂചനയായിരുന്നു. പക്ഷേ അന്നത് തിരിച്ചറിയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതേ സമയത്താണ് അലീസ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് സ്റ്റീവൻ കടന്നു വരുന്നത്. വെറും 15 വയസ്സുള്ള അലീസ ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുള്ള, സ്നേഹവും സുരക്ഷയും മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. 20 വയസ്സുള്ള സ്റ്റീവനെ അവൾ വിവാഹം കഴിക്കുമ്പോൾ അത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായ തീരുമാനമാകുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. തുടക്കത്തിൽ സ്റ്റീവൻ വളരെ സ്നേഹമുള്ള ഭർത്താവായി അഭിനയിച്ചു. അലീസയ്ക്ക് സംശയിക്കാൻ ഒരു കാരണം പോലും അവൻ നൽകിയില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ അവളുടെ ജീവിതം പതിയെ മാറാൻ തുടങ്ങി. വിവാഹത്തിന് ശേഷം അലീസ ഗർഭിണിയായി. പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് സ്റ്റീവൻ ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ, ചിരി, അച്ഛൻ എന്ന ഉത്തരവാദിത്വം, ഇതൊന്നും അവൻ ആഗ്രഹിച്ചിരുന്നില്ല. കുഞ്ഞു ജനിച്ചതോടെ സ്റ്റീവന്റെ ഉള്ളിലെ ക്രൂരത പുറത്തു വന്നു. രാത്രി കുഞ്ഞു കരഞ്ഞാൽ അവന് അസഹിഷ്ണുത, ദേഷ്യം. ഒരിക്കൽ കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ അവൻ ചെയ്തത് കേട്ടാൽ ആരുടെയും രക്തം മരവിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. ആ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് അവൻ ഒരു കൂളർ ബോക്സിനുള്ളിൽ അടച്ചുവെച്ചു. ശ്വാസം മുട്ടി കുഞ്ഞു മരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ആ നിമിഷമാണ് അലീസയ്ക്ക് ബോധ്യമായത്, ഈ മനുഷ്യനോടൊപ്പം ജീവിച്ചാൽ തന്റെ കുഞ്ഞ് ജീവനോടിരിക്കില്ല എന്ന്. അമ്മയുടെ മനസ്സ് കീറി മുറിഞ്ഞ തീരുമാനമായിരുന്നു പിന്നീടുണ്ടായത്. 8 മാസം മാത്രം പ്രായമുള്ള ആ പെൺകുഞ്ഞിനെ അവൾ ദത്തെടുക്കാൻ മറ്റൊരു കുടുംബത്തിന് വിട്ടു നൽകി. എന്റെ മകളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് അലീസ കുഞ്ഞിനെ വിട്ടുകൊടുത്തത്. ആ ദിവസം അലീസ ഒരു അമ്മയായി തോറ്റെങ്കിലും ഒരു മനുഷ്യ ജീവിതം അവൾ രക്ഷിച്ചു. പക്ഷേ അതോടെ അവളുടെ വേദന അവസാനിച്ചില്ല. കാലം കടന്നുപോയി. അലീസയും സ്റ്റീവനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വിഷമമായി. എന്നിരുന്നാലും മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം കാരണം അലീസ ആ നരക ജീവിതം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. വർഷങ്ങൾക്കിടയിൽ അവൾക്ക് വീണ്ടും 2 പെൺമക്കൾ കൂടി ജനിച്ചു. പക്ഷെ സ്റ്റീവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അലീസ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു. അവൾ സഹിച്ചതെല്ലാം മക്കൾക്ക് വേണ്ടിയായിരുന്നു. ഇതിനിടെയാണ് വിധി മറ്റൊരു രൂപത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത്. വർഷങ്ങൾക്കിപ്പുറം ദത്തെടുക്കപ്പെട്ട മകൾ കേറ്റി അവൾ മുതിർന്നതോടെ തന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താൻ ശ്രമിച്ചു. 18-ാം വയസ്സിൽ ഫേസ്ബുക്കിലൂടെ നടത്തിയ ഒരു തിരച്ചിൽ അവളെ അവളുടെ ജന്മ മാതാപിതാക്കളിലേക്ക് എത്തിച്ചു. അലീസയ്ക്ക് അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത സന്തോഷമായിരുന്നു നൽകിയത്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ മകൾ നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിതവും നേടിയ നിലയിൽ തിരികെ എത്തിയപ്പോൾ അലീസയുടെ കണ്ണുകളിൽ സന്തോഷ കണ്ണീർ നിറഞ്ഞു. എന്റെ തീരുമാനം തെറ്റായില്ല എന്നവൾ മനസ്സിൽ പറഞ്ഞു. പക്ഷേ ആ സന്തോഷം വളരെ കുറച്ചുനാൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. കേറ്റിയോടുള്ള സ്റ്റീവന്റെ പെരുമാറ്റം പതിയെ മാറാൻ തുടങ്ങി. ആദ്യം അതൊരു അച്ഛന്റെ സ്നേഹമായി തോന്നിയേക്കാം. പക്ഷെ സമയം കടന്നപ്പോൾ അതിരുകൾ ലംഘിക്കപ്പെട്ടു. അച്ഛനും മകളും എന്ന ബന്ധം മറികടന്ന് അവർ തമ്മിൽ ഒരു അസ്വാഭാവികമായ അടുപ്പം വളർന്നു. അത് പ്രണയമാണെന്ന് അലീസ തിരിച്ചറിഞ്ഞ നിമിഷം അവളുടെ ജീവിതം പൂർണ്ണമായും തകർന്നു. സ്വന്തം ഭർത്താവും സ്വന്തം മകളും തമ്മിലുള്ള ബന്ധം, അതിനേക്കാൾ വലിയ വേദന ഒരമ്മയ്ക്കുണ്ടാകുമോ? അവസാനം അലീസ തീരുമാനമെടുത്തു. ഇളയ 2 മക്കളെയും കൂട്ടി അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. സ്റ്റീവനെയും ആ ഭീകര ബന്ധത്തെയും പിന്നിലാക്കി അവൾ പോയി. അലീസ പോയതോടെ സ്റ്റീവനും കേറ്റിയും സ്വതന്ത്രരായി. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അച്ഛനും മകളും വിവാഹിതരായി. അവർ മറ്റൊരു സംസ്ഥാനത്തേക്ക് താമസം മാറ്റി. ആ ബന്ധത്തിൽ അവർക്കൊരു ആൺകുഞ്ഞും ജനിച്ചു. പുറമേ നോക്കിയാൽ ഒരു കുടുംബം, പക്ഷെ ഉള്ളിൽ വീണ്ടും അതേ നരകം. കാലം കടന്നപ്പോൾ തന്റെ അമ്മ അനുഭവിച്ച അതേ പീഡനങ്ങളാണ് ഇപ്പോൾ താനും അനുഭവിക്കുന്നതെന്ന് കേറ്റി തിരിച്ചറിഞ്ഞു. സ്റ്റീവന്റെ സ്നേഹം സത്യസ്നേഹമല്ലെന്നും അവൻ ഒരു മാനസിക രോഗിയാണെന്നും അവൾക്ക് ബോധ്യമായി. അവൾ രക്ഷപ്പെടാൻ തീരുമാനിച്ചു. തന്നെ ദത്തെടുത്ത് വളർത്തിയ മാതാപിതാക്കളെ അവൾ വിവരം അറിയിച്ചു. സ്വന്തം കുഞ്ഞുമായി പുതിയൊരു ജീവിതം തുടങ്ങണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷെ സ്റ്റീവൻ അതിനൊരിക്കലും തയ്യാറായില്ല. അവസാനം ആ ദുരന്ത ദിനം വന്നെത്തി. കേറ്റിയോടുള്ള പകയും നിയന്ത്രണമില്ലാത്ത കോപവും സ്റ്റീവന്റെ മനസ്സ് പൂർണ്ണമായും അന്ധമാക്കി. ആദ്യം അവൻ ചെയ്തത് തങ്ങൾക്കുണ്ടായ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. തുടർന്ന്
600 മൈലുകൾക്കിപ്പുറം താമസിക്കുന്ന കേറ്റിയെ തേടി അവൻ കാറെടുത്ത് പാഞ്ഞു. വഴിയിൽ ഒരു ചിന്ത പോലും അവനെ തടഞ്ഞില്ല. കേറ്റിയും അവളെ വളർത്തിയ അച്ഛനും കാറിൽ വരുമ്പോൾ സ്റ്റീവൻ അവരെ തടഞ്ഞു. തോക്കുമായി ചാടി ഇറങ്ങിയ അവൻ കേറ്റിയെയും അവളുടെ വളർത്തച്ഛനെയും വെടിവെച്ച് കൊലപ്പെടുത്തി. ഒടുവിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഭാരം താങ്ങാനാകാതെ സ്റ്റീവൻ സ്വയം വെടിവെച്ച് ജീവൻ ഒടുക്കി. അങ്ങനെ അച്ഛനും മകളും ഭാര്യ ഭർത്താക്കന്മാരായ മനുഷ്യബന്ധങ്ങളുടെ എല്ലാ അതിരുകളും തകർത്ത ഒരു ദുരന്ത കഥ അവിടെ രക്തരൂക്ഷിതമായ അന്ത്യം കുറിച്ചു. മാനസിക നില തെറ്റിയ ഒരു മനുഷ്യന്റെ ക്രൂരതയും സ്നേഹം തേടി വന്ന് ഒടുവിൽ ജീവിതം തന്നെ നഷ്ടമായ ഒരു മകളുടെയും കഥ ഇന്ന് മനുഷ്യ മനസ്സിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്: സ്നേഹം എന്ന പേരിൽ നടക്കുന്ന എല്ലാ ബന്ധങ്ങളും സ്നേഹമല്ല. ചിലപ്പോൾ അത് നിയന്ത്രണവും അധികാര ലാലസയും മാനസിക രോഗവുമായിരിക്കാം. രക്തബന്ധങ്ങൾ സ്വാഭാവികമായി വിശുദ്ധമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും മാനസികമായി രോഗബാധിതരായ ആളുകളുടെ കയ്യിൽ ആ ബന്ധം പോലും സുരക്ഷിതമല്ല. അവരുടെ പെരുമാറ്റം ചെറുതായി തോന്നുന്ന ലക്ഷണങ്ങളിൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊന്ന്, ക്രൂരതയെയും പീഡനങ്ങളെയും സഹിച്ചാൽ മാറും എന്ന് കരുതുന്നത് തെറ്റാണ്. പീഡനം സഹിക്കുന്നത് ഒരിക്കലും സ്നേഹത്തിന്റെ തെളിവല്ല. അത് അടുത്ത തലമുറയിലേക്ക് പകരുന്ന ഒരു ശാപമാണ്. കുട്ടികളുടെ സുരക്ഷ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഇവയെല്ലാം അവഗണിക്കുമ്പോൾ അതിന് നിരപരാധികളായ ജീവനുകളാണ് നൽകേണ്ടി വരുന്ന വില. അതിനാൽ ഈ കഥയുടെ അന്തിമ പാഠം മാനസികമായ അസ്വാഭാവികതകൾ നേരത്തെ തിരിച്ചറിയുകയും ഭയം കൊണ്ടോ സമൂഹത്തിന്റെ പേരിലോ തെറ്റായ ബന്ധങ്ങളിൽ തുടരാതിരിക്കുകയും ചെയ്യുക. സ്നേഹം ഒരിക്കലും ഭീഷണിയായോ പീഡനമായോ മാറരുത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ യഥാർത്ഥ സംഭവങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.